ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനങ്ങളെ കീഴ്ഘടകങ്ങളായി കാണുന്ന സമീപനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്ന പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് സംസ്ഥാനങ്ങളെ കീഴ്ഘടകങ്ങളായി കാണുന്ന സമീപനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്ന പ്രമേയം പാസാക്കിയ സംസ്ഥാനം. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത് ധനമന്ത്രി KN ബാലഗോപാലാണ്. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ വിപണി മൂല്യം കുറ്റക്കാരിൽ നിന്ന് ഈടാക്കണമെന്ന് ശുപാർശ ചെയ്തത് എത്രാമത് നിയമ കമ്മീഷനാണ്? 22ാമത് നിയമ കമ്മീഷൻ. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ വിപണി മൂല്യം കുറ്റക്കാരിൽ നിന്ന് ഈടാക്കണമെന്ന് ശുപാർശ ചെയ്തത് 22ാമത് നിയമ കമ്മീഷനാണ്. കർണാടക ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസായ ഋതുരാജ് അവസ്ഥയാണ് 22ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ. നിയമസഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം 2022-23 കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച എത്ര ശതമാനമായിരുന്നു? 6.6%. നിയമസഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം 2022-23 കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച 6.6%. കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അത്തറിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? മിട്ടിക അത്തർ. കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അത്തറിന് നൽകിയിരിക്കുന്ന പേരാണ് മിട്ടിക അത്തർ. തിരുവനന്തപുരത്തെ പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടണിക്കൽ ഗാർഡനാണ് ഈ മിട്ടിക അത്തർ വികസിപ്പിച്ചത്. പുതുമഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന പോലുള്ള ഗന്ധമാണ് മിട്ടിക അത്തറിന്റെ ഗന്ധം. ആനയ്ക്ക് തുലാഭാരം നടത്തിയ കർണാടകയിലെ മഠം ഏതാണ്? ശിരഹട്ടി ഫഗിരേശ്വര മഠം. കർണാടകയിലെ ശിരഹട്ടി ഫഗിരേശ്വര മഠമാണ് ആനയ്ക്ക് തുലാഭാരം നടത്തിയ ഇന്ത്യയിലെ മഠം. മഠാധിപതി ഫഗീർ സിദ്ധറാം മഹാസ്വാമിയുടെ 75ാമത് ജന്മദിനത്തിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് നടന്നത്. 10 രൂപയുടെ നാണയങ്ങൾ കൊണ്ടാണ് ആനയ്ക്ക് തുലാഭാരം നടത്തിയത്. ഏഷ്യൻ ആനകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയാണ് റോബോട്ടിക് ആനകളുടെ നിർമ്മാണത്തിന് പിന്തുണ നൽകുന്നത്? വോയിസസ് ഫോർ ഏഷ്യൻ എലിഫൻസ്. ഏഷ്യൻ ആനകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വോയിസസ് ഫോർ ഏഷ്യൻ എലിഫൻസ് എന്ന സംഘടനയാണ് റോബോട്ടിക് ആനകളുടെ നിർമ്മാണത്തിന് പിന്തുണ നൽകുന്നത്. ക്ഷേത്രങ്ങളിൽ ജീവനുള്ള ആനയ്ക്ക് പകരം റോബോട്ടിക് ആനകളെ എത്തിച്ച് ആനകൾക്ക് കാട്ടിൽ തന്നെ വളരുവാനുള്ള സാഹചര്യമുണ്ടാക്കുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. തമിഴ് സിനിമാ താരം വിജയ് പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? തമിഴക വെട്രി കഴകം, TVK. തമിഴ് സിനിമാ താരം വിജയ് പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്രി കഴകം, TVK. വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കമാണ് ഈ രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നതാണ് വിജയിന്റെ യഥാർത്ഥ പേര്. നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളിൽ ഉപകാരികളായ കോടിക്കണക്കിന് സൂക്ഷ്മജീവികളാണുള്ളതെന്ന് കണ്ടെത്തിയ
പരിസ്ഥിതി കൂട്ടായ്മ ഏതാണ്? വുഡ് വൈഡ് വെബ്. വുഡ് വൈഡ് വെബ് എന്ന പരിസ്ഥിതി കൂട്ടായ്മയാണ് നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളിൽ ഉപകാരികളായ കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. കൃഷിയിടങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മജീവികൾ നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളിലാണ് ഉള്ളതെന്നാണ് ഈ കൂട്ടായ്മ കണ്ടെത്തിയത്. കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിക്കുന്ന ഭാരത് അരി കിലോയ്ക്ക് എത്ര രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്? 29 രൂപയ്ക്ക്. കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിക്കുന്ന ഭാരത് അരി കിലോയ്ക്ക് 29 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. കിലോയ്ക്ക് 60 രൂപ നിരക്കിൽ ഭാരത് ദാലും കിലോയ്ക്ക് 27.50 രൂപ നിരക്കിൽ ഭാരത് ആട്ടയും കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിച്ചിട്ടുണ്ട്. ബഹുഭാര്യത്വം നിരോധിക്കാൻ നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? അസം. അസം സംസ്ഥാനമാണ് ബഹുഭാര്യത്വം നിരോധിക്കാൻ നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. വന്യജീവി ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാര തുക എത്രയായാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്? 10 ലക്ഷം രൂപ. വന്യജീവി ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപയായാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. മുൻപ് ഈ നഷ്ടപരിഹാര തുക 5 ലക്ഷം രൂപയായിരുന്നു. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിലെ മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാനയുടെ പേരെന്താണ്? തണ്ണീർ കൊമ്പൻ. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിലെ മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാനയുടെ പേരാണ് തണ്ണീർ. കർണാടകയിലെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോയ ഈ ആന പിന്നീട് ചെരിഞ്ഞു. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷവലിയാർ പട്ടം നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷവലിയാർ പട്ടം നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ്ക്കാണ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ്ക്കും ഷവലിയാർ പട്ടം ലഭിച്ചത് പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്ക്കുമാണ്. 1802 നെപ്പോളിയൻ ചക്രവർത്തി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഷവലിയാർ പുരസ്കാരം. പ്രഥമ കഥകളി ആചാര്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? കലാമണ്ഡലം KG വാസുദേവൻ നായർ. കലാമണ്ഡലം KG വാസുദേവൻ നായർക്കാണ് പ്രഥമ കഥകളി ആചാര്യ പുരസ്കാരം ലഭിച്ചത്. കഥകളി ആചാര്യനായ കലാമണ്ഡലം ശങ്കരനാരായണൻ നായരുടെ സ്മരണയ്ക്ക് ഭർണശ്ശേരി മുദ്ര കലാക്ഷേത്രം ഏർപ്പെടുത്തിയതാണ് കഥകളി ആചാര്യ പുരസ്കാരം. ഇന്ത്യക്ക് 33,095 കോടി രൂപയുടെ ഏത് ഡ്രോണുകൾ നൽകുന്നതിനാണ് അമേരിക്ക അന്തിമാനുമതി നൽകിയത്? പ്രിഡേറ്റർ ഡ്രോണുകൾ. ഇന്ത്യക്ക് 33,095 കോടി രൂപയുടെ 31 പ്രിഡേറ്റർ ഡ്രോണുകൾ നൽകുന്നതിനാണ് അമേരിക്ക അന്തിമാനുമതി നൽകിയത്. ജനറൽ അറ്റോമിക്സ് എന്ന കമ്പനിയാണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. MQ-9B ഡ്രോൺ എന്നും ഈ പ്രിഡേറ്റർ ഡ്രോണുകൾക്ക് പേരുണ്ട്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? വൈൽ അൽ
ദഹ്ദൂദ്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വഇൽ അൽ ദഹ്ദൂദ്. അൽ ജസീറ ചാനലിന്റെ ഗാസ ബ്യൂറോ ചീഫാണ് വഇൽ അൽ ദഹ്ദൂദ്. കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാൻ RS ബാബു ആണ്. KSTA സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 2024 അധ്യാപക ലോകം പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? NK ഷീല. NK ഷീലയ്ക്കാണ് KSTA സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 2024 അധ്യാപക ലോകം പുരസ്കാരം ലഭിച്ചത്. NK ഷീലയുടെ ജഗുവും CID മാർഗിയും എന്ന ബാലസാഹിത്യ കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ലോകത്തിലെ മികച്ച പാലുൽപ്പന്നങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഉൽപ്പന്നം ഏതാണ്? മാംഗോ ലസ്സി. കേരളത്തിലെ പാലുൽപ്പന്നമായ മാംഗോ ലസ്സിക്കാണ് ലോകത്തിലെ മികച്ച പാലുൽപ്പന്നങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ലഭിച്ചത്. പ്രശസ്ത ഫുഡ് ആൻഡ് ട്രാവൽ ഗൈഡായ ടേസ്റ്റ് അറ്റ്ലസ് നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. പുളി കുറഞ്ഞ തൈര്, മാങ്ങയുടെ പൾപ്പ്, വെള്ളം, പഞ്ചസാര എന്നിവ ചേർത്ത് കേരളത്തിൽ മിൽമയാണ് മാംഗോ ലസ്സി തയ്യാറാക്കുന്നത്. 2024 ഭാരതരത്നം പുരസ്കാരം ലഭിച്ച 2-ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനി. LK അദ്വാനിക്കാണ് 2024 ഭാരതരത്നം ലഭിച്ച 2-ാമത്തെ വ്യക്തി. 2024 ഭാരതരത്നം പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി മുൻ ബീഹാർ മുഖ്യമന്ത്രിയായ കർപ്പൂരി ഠാക്കൂറാണ്. 2024 ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തി കർപ്പൂരി ഠാക്കൂറും 2-ാമത്തെ വ്യക്തി LK അദ്വാനിയുമാണ്. ജനുവരിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട കേരളത്തിലെ സമതല പ്രദേശം ഏതാണ്? പുനലൂർ. കേരളത്തിലെ സമതല പ്രദേശമായ പുനലൂറാണ് 2024 ജനുവരിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട സമതല പ്രദേശം. 37.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പുനലൂരിലെ ഏറ്റവും കൂടിയ താപനില. കണ്ണൂരായിരുന്നു 2-ാം സ്ഥാനത്ത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരം ഏതാണ്? ബംഗളൂരു. ഇന്ത്യൻ നഗരമായ ബംഗളൂരു ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6-ാം സ്ഥാനത്തുള്ള നഗരം. ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള നഗരം ലണ്ടനാണ്. ഗതാഗതക്കുരുക്കിന്റെ കാര്യത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള നഗരം ലണ്ടനാണ്. ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് ബംഗളൂരുവും. ബംഗളൂരുവിൽ 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട ശരാശരി സമയം 28 മിനിറ്റും 10 സെക്കൻഡുമാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI യൂറോപ്പിൽ ആദ്യം ലഭ്യമാകുന്നത് ഫ്രാൻസിലെ ഏത് വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിക്കുന്നവർക്കാണ്? ഈഫൽ ടവർ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI യൂറോപ്പിൽ ആദ്യം ലഭ്യമാകുന്നത് ഫ്രാൻസിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഈഫൽ ടവർ സന്ദർശിക്കുന്നവർക്കാണ്. ഈഫൽ ടവർ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്ക് ടിക്കറ്റിനുള്ള തുക ഓൺലൈൻ വഴി UPI ഉപയോഗിച്ച് അടക്കാം. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നതാണ് UPIയുടെ പൂർണ്ണ രൂപം. കേരളത്തിലെ 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ആർക്കൈവ്സ് തയ്യാറാക്കിയ സ്ഥാപനം ഏതാണ്? സ്കർട്ട്. SCERT യാണ് കേരളത്തിലെ 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ആർക്കൈവ്സ് തയ്യാറാക്കിയ സ്ഥാപനം. The state
കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നതാണ് SCERTയുടെ പൂർണ്ണരൂപം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കമ്പനി ഏതാണ്? കെൽട്രോൺ കണ്ണൂർ. കണ്ണൂരിലെ കെൽട്രോൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കമ്പനി. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നതാണ് കെൽട്രോണിന്റെ പൂർണ്ണരൂപം. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച പഞ്ചാബിലെ ഗവർണർ ആരാണ്? ബൻവാരിലാൽ പുരോഹിത്. ബൻവാരിലാൽ പുരോഹിത് ആണ് 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച പഞ്ചാബിലെ ഗവർണർ. കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനവും ഇദ്ദേഹം രാജിവെച്ചു. ആഗോള ടെക് കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ CEO ആയി 10 വർഷം പൂർത്തിയാകുന്ന ഇന്ത്യക്കാരൻ ആരാണ്? സത്യ നാദെല്ല. ഇന്ത്യക്കാരനായ സത്യ നാദെല്ലയാണ് ആഗോള ടെക് കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ CEO ആയി 10 വർഷം പൂർത്തിയാകുന്ന ഇന്ത്യക്കാരൻ. മുറിവ് വേഗത്തിൽ ഉണക്കുന്ന ഉപകരണം വികസിപ്പിച്ച ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ്? ഡൽഹി എയിംസ്. ഡൽഹി എയിംസ് ആണ് മുറിവ് വേഗത്തിൽ ഉണക്കുന്ന ഉപകരണം വികസിപ്പിച്ച ഇന്ത്യയിലെ സ്ഥാപനം. സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ബയോ ഡിസൈനിന്റെ സഹായത്തോടെയാണ് ഡൽഹി എയിംസ് ഈ ഉപകരണം വികസിപ്പിച്ചത്. നെഗറ്റീവ് പ്രഷർ, ഓക്സിജൻ ഡെലിവറി എന്നിവയുടെ സഹായത്തോടെയാണ് ഉപകരണം വേഗത്തിൽ മുറിവ് ഉണക്കുന്നത്. അഗസ്ത്യാർകൂടത്തിൽ ഗവേഷകർ പുതുതായി കണ്ടെത്തിയ തവളയ്ക്ക് നൽകിയ പേരെന്താണ്? റോർചെസ്റ്റസ് മനോഹരി. അഗസ്ത്യാർകൂടത്തിൽ ഗവേഷകർ പുതുതായി കണ്ടെത്തിയ തവളയ്ക്ക് നൽകിയ പേരാണ് റോർചെസ്റ്റസ് മനോഹരി. വനത്തിനും വന്യജീവികൾക്കും വേണ്ടി ജീവിച്ച വനപാലകനായ TM മനോഹരന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേരാണ് ഈ തവളയ്ക്ക് നൽകിയത്, റോർചെസ്റ്റസ് മനോഹരി. രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഫെബ്രുവരി 17 ഇന്ത്യൻ വായുസേന നടത്തുന്ന ഏറ്റവും വലിയ യുദ്ധാഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? വായുശക്തി 2024. രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഫെബ്രുവരി 17 ഇന്ത്യൻ വായുസേന നടത്തുന്ന ഏറ്റവും വലിയ യുദ്ധാഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേരാണ് വായുശക്തി 2024. റഫാൽ, തേജസ്, സുഖോയ്, മിറാഷ്, ജാഗ്വാർ തുടങ്ങിയ യുദ്ധവിമാനങ്ങളും പ്രചണ്ഡ, ധ്രുവ്, രുദ്ര ഹെലികോപ്റ്ററുകളും അടക്കം 121 യുദ്ധവിമാനങ്ങളാണ് ഈ വായുശക്തി 2024 പങ്കെടുക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ പേസ് ബൗളർ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറ. ഇന്ത്യൻ പേസ് ബൗളറായ ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ പേസ് ബൗളർ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്. 34 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് ജസ്പ്രീത് ബുംറ 150 വിക്കറ്റ് തികച്ചത്. ഇംഗ്ലണ്ടിനെതിരെ വിശാഖപട്ടണത്ത് നടക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിലാണ് ബുംറ 150 വിക്കറ്റ് നേടിയത്, 150ാമത് വിക്കറ്റ് തികച്ചത്. 100 വർഷത്തിനിടെ ഒരു പേസ് ബൗളറുടെ ഏറ്റവും മികച്ച ബൗളിംഗ് ശരാശരിയും ബുംറയുടെ പേരിലാണ്. കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത 66ന്റെ പ്രവൃത്തികളുടെ നിർമ്മാണ മേൽനോട്ടത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? മിഷൻ 2025. മിഷൻ 2025 എന്ന പേരുള്ള പദ്ധതിയാണ് കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത 66ന്റെ പ്രവൃത്തികളുടെ നിർമ്മാണ മേൽനോട്ടത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി.
2025ഓടെ ദേശീയപാത 66ന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ 2025 നടപ്പിലാക്കുന്നത്. സർവിക്കൽ ക്യാൻസറിന്റെ ബോധവൽക്കരണത്തിനായി സ്വന്തം മരണവാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സിനിമാ താരം ആരാണ്? പൂനം പാണ്ഡെ. പ്രശസ്ത സിനിമാ താരമായ പൂനം പാണ്ഡെയാണ് സർവിക്കൽ ക്യാൻസറിന്റെ ബോധവൽക്കരണത്തിനായി സ്വന്തം മരണവാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച നടി. ഓസ്ട്രേലിയയുടെ മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ആരാണ്? ഡോക്ടർ കുരുവിള മാത്യു. മലയാളിയായ ഡോക്ടർ കുരുവിള മാത്യുവിനാണ് ഓസ്ട്രേലിയയുടെ മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ലഭിച്ചത്. ഓസ്ട്രേലിയയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരമാണ് മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് FEE ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? കാപ്പാട് ബീച്ച്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിനാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് FEE ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. കേരളത്തിലെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായ തമിഴ്നാട് സ്വദേശിയായ വനിത ആരാണ്? ജയന്തി കൃഷ്ണൻ. തമിഴ്നാട് സ്വദേശിയായ ജയന്തി കൃഷ്ണനാണ് കേരളത്തിലെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായ വ്യക്തി. വന്ധ്യത സ്ത്രീരോഗ ചികിത്സകൾക്ക് മാത്രമായി തയ്യാറാക്കിയ ആയുർവേദ കൺസൾട്ടേഷൻ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ആയു5. ആയു5 എന്ന പേരുള്ള ആയുർവേദ കൺസൾട്ടേഷൻ ആപ്ലിക്കേഷനാണ് വന്ധ്യത സ്ത്രീരോഗ ചികിത്സകൾക്ക് മാത്രമായി തയ്യാറാക്കിയ ആയുർവേദ കൺസൾട്ടേഷൻ ആപ്ലിക്കേഷൻ. മെഡിസ്റ്റാക്സ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആയു5 സ്റ്റാർട്ടപ്പ് തയ്യാറാക്കിയത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയുടെ മേധാവിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി നിയമിതനായ വ്യക്തി ആരാണ്? M. ശങ്കർ. M. ശങ്കറാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയുടെ മേധാവിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി നിയമിതനായ വ്യക്തി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.